വലൈക്കും വറഹമത്തുള്ള. ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരാണ്. അപ്പം സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം എന്നാണ് പറയാൻ പോകുന്നത്. അപ്പം ഇതിനു മുമ്പ് വെള്ളത്തിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് പറയാൻ പോകുന്നത് കിണർ നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം എന്ന് നോക്കാം. കിണർ എന്നതിൻ്റെ വ്യാഖ്യാനം തന്നെ മൂലധനം അല്ലെങ്കിൽ നമ്മൾ ഉപജീവന മാർഗം എന്നാണ് വ്യാഖ്യാനം കാണുന്നത്. രണ്ടാമതായിട്ട് കാണപ്പെടുന്നത് കുതന്ത്രവും വഞ്ചനയും ദുഃഖവും ഉണ്ടെന്നാണ് അതിനെ കാണപ്പെടുന്നത്. അവിവാഹിതയായ ഒരു പെൺകുട്ടിയാണ് കാണുന്നതെങ്കിൽ അവളുടെ വിവാഹം അടുത്തിരിക്കുന്നു, അവളുടെ കല്യാണം നടക്കപ്പെടാൻ സമയമായി എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഒരു വ്യക്തി കിണർ കുഴിക്കാൻ പോകുന്നു, പക്ഷേ അത് കുഴിക്കാൻ പറ്റുന്നില്ല എന്ന രീതിയിലാണ് സ്വപ്നം കണ്ടതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപജീവനം കൊണ്ടുപോകാൻ വളരെ കഷ്ടപ്പെടുമെന്നാണ് കാണപ്പെടുന്നത്. അവരുടെ വീട്ടിൽ കിണർ കുഴിക്കുന്നതും അതുപോലെ നല്ല വെള്ളം ഉറവിട്ട് വരുന്നതും നല്ല ശുദ്ധജലമാണ് വരുന്നതെങ്കിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ക് ഉയർന്നു വരുന്നതായിട്ടാണ് കാണുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയും ജീവിതത്തിലൊക്കെ സമ്പന്നനാകാനാണ് കാണപ്പെടുന്നത്. ആ ഒരു മനുഷ്യൻ അധ്വാനിക്കാതെയും അതുപോലെ കഷ്ടപ്പെടാതെയും അദ്ദേഹത്തിന് അവർക്കുള്ള സമ്പത്ത് ലഭിക്കുമെന്നാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. വ്യക്തി കിണറിൽ വീഴുന്നത് കാണുകയോ അല്ലെങ്കിൽ കിണറിൽ ഇറങ്ങുന്നത് കാണുകയോ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിൽ നിന്നൊക്കെ മുക്തനാവും, അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങളിൽ നിന്നൊക്കെ മുക്തനാവും എന്നാണ്, അതിനുശേഷം വിജയിക്കുമെന്നാണ് കാണപ്പെടുന്നത്. ഇതായിട്ട് ഒരു മനുഷ്യൻ കിണർ കുഴിക്കുന്നതായിട്ട് കണ്ടാൽ അതിൽ വെള്ളം കാണപ്പെടുകയും ചെയ്ത് അങ്ങനെയാണ് കാണുന്നതെങ്കിൽ ആ ഒരു വ്യക്തി സമ്പന്നയായ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുമെന്നാണ് കാണപ്പെടുന്നത്. നേരെ മറിച്ച് കിണർ കുഴിക്കുന്നതായിട്ട് കാണുകയും അതിൽ വെള്ളമില്ലാതിരിക്കുന്നതാണ് സ്വപ്നം കാണുന്നതെങ്കിൽ തൻ്റെ ഭാര്യ നിർദ്ദയയായ ഒരു സ്ത്രീ ആയിരിക്കുമെന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. ഇനി കിണർ ഇടിഞ്ഞു വീഴുന്നതാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ഭാര്യയുടെ മരണമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു ദരിദ്രനായ രീതിയിൽ ഒരു കിണറിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ആ ഒരു വ്യക്തി സമ്പന്നനാകുമെന്നാണ്. അല്ലെങ്കിൽ അവിവാഹിതനായ ഒരു വ്യക്തിയാണ് കാണുന്നതെങ്കിൽ അദ്ദേഹത്തിന് കല്യാണം ഉണ്ടാവുമെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ പല സ്വപ്നങ്ങളും കാണുന്നവരുണ്ടാവും. അപ്പം ഇത് മാത്രമല്ല, പല മോശപ്പെട്ട സ്വപ്നങ്ങളും എല്ലാം കാണുന്നതുണ്ടാവും. പക്ഷേ പടച്ച റബ്ബ് നല്ല സ്വപ്നം കണ്ടിട്ട് നല്ല ഹൈറായ രീതിയിലാക്കാൻ വേണ്ടിയിട്ട് തൗഫീക്ക് നൽകട്ടെ, ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും റമദാനൊക്കെ എങ്ങനെയാണ് പോകുന്നത്? നാട്ടിലൊക്കെ ഭയങ്കര ചൂടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ഈ ബുധനാഴ്ച ഞാൻ ഉംറയ്ക്ക് പോകുന്നുണ്ട്. എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തും. ഒരുപാട് പേർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അതുപോലെ എനിക്കും ഉണ്ട്. എല്ലാവരും എന്നെയും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്.